പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഓരോ ഗ്ലാസ്സിലേക്കും തുപ്പുന്നതും കാശ് വാങ്ങുന്നതിനെക്കുറിച്ച് കൂടെ താമസിക്കുന്നവരോട് പറഞ്ഞപ്പോൾ അതിനെന്താണ് തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മന്ത്രിച്ചൂതി പാരിതോഷികമായി ആടിനെ വാങ്ങിയതായി ഹദീസിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇത് സഹിഹാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായി ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങളൊക്കെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്. ഒരാൾ ഒരു പ്രവർത്തനം നടത്തുന്നത് എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിനു വേണ്ടിയാണ്, എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരേ സഫിൽ നമസ്കരിക്കുന്ന രണ്ടാളുകളുടെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം കൂടിയും കുറഞ്ഞുമിരിക്കും. ഒരു ധർമ്മസ്ഥാപനത്തിന് ധർമ്മം കൊടുക്കുന്ന രണ്ടാളുകളുടെ പ്രതിഫലം ഒരാൾക്ക് ആ ധർമ്മം കൊണ്ട് സ്വർഗമാണ് എങ്കിൽ മറ്റൊരാൾക്ക് അതുകൊണ്ട് നരകമായിരിക്കും. കാരണം എന്താണ് അവർ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്? ഇവിടെ ഇന്ന് ദീനിൻ്റെ പേരും പറഞ്ഞ് കാശുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ദീനിൻ്റെ ഓരോ ഷിആറുകളും ഓരോ ചിഹ്നങ്ങളും കച്ചവടവൽക്കരിക്കും. അവർ ഓരോ ചിഹ്നങ്ങളും കച്ചവടവൽക്കരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ, അവിടുത്തെ റൂമിലുള്ള പൊടിപടലം എന്നൊക്കെ പേരിൽ അതൊക്കെ കച്ചവടവൽക്കരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ അധപതിച്ചിരിക്കുന്നു. ഇതേപോലെ തന്നെ മന്ത്രവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് ആദ്യമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലുള്ള വല റുഖിയകളും മന്ത്രങ്ങളും ചെയ്തത് എന്തിനായിരുന്നു? എന്നാൽ ഇന്ന് സമൂഹം ചെയ്യുന്നത് എന്തിനാണ്? എന്താണ് അവരുടെ നിയ്യത്ത്, ലക്ഷ്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകൾ, ആ ഹദീസുകളൊക്കെ നമ്മൾക്ക് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. മഅഖൂലുൽ മഅന, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്തിന് നബി ചെയ്തു. എന്നാൽ മറ്റു ചില ഹദീസുകൾ മാത്രമല്ല, ഖുർആൻ അധ്യാപനങ്ങൾ പോലും എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചത്, എന്താണ് അതിലെ യുക്തി, എന്തിന് പ്രവാചകൻ പറഞ്ഞു എന്നത് ആലോചിച്ചാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഗൈർ മഅഖൂലുൽ മഅന, ബുദ്ധി കൊടുത്ത് ആലോചിച്ചാൽ അതിലുള്ള യുക്തിയും തത്വവും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. കാരണം വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് അല്പം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് റുഖിയ നടത്തിയിരുന്നു. ഇസ്ലാമികമായ മന്ത്രം, അനിസ്ലാമികമായ മന്ത്രത്തെ ഇസ്ലാം നിരോധിക്കുകയും ചെയ്തു. ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ശിർകുൻ, അനിസ്ലാമികമായ മന്ത്രങ്ങൾ, കണ്ണേറിനു വേണ്ടി ശരീരത്തിൽ ബന്ധിക്കപ്പെടുന്നവ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകുവാൻ വേണ്ടി ബന്ധിക്കപ്പെടുന്നവ, ഇതെല്ലാം ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചു. രാത്രി കടക്കുന്ന വേളയിൽ മന്ത്രിച്ചിരുന്നു. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന നാളുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ മന്ത്രിച്ച് പ്രവാചകന്റെ കയ്യിലേക്ക് ഊതിയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ കാണുമ്പോൾ, രോഗിയെ സന്ദർശിക്കുമ്പോൾ മന്ത്രിച്ചിരുന്നു. ഇവിടെ ഈ മന്ത്രങ്ങൾ ഹദീസുകൾ പല രൂപത്തിലും വന്നിരിക്കുന്നു. ഒന്ന് മന്ത്രിച്ചു എന്ന രൂപത്തിൽ വന്നു. മറ്റു ചില ഹദീസുകൾ നഫഖ, ഊതി എന്ന് വന്നു, മന്ത്രിച്ചു ഊതി. നഫസ എന്ന് പറഞ്ഞാൽ അല്പം ചില ഉമിനീർ കലർത്തിക്കൊണ്ടുള്ള ഊത്ത്, അതിനാണ് നഫസ എന്ന് പറയും. ഈ രൂപത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരിക്കുന്നു. അത് കേവലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് മാത്രമല്ല, അഥവാ ഈ പറയുന്ന മന്ത്രങ്ങൾ, മന്ത്രിക്കൽ, ഇസ്ലാമികമായ മന്ത്രിക്കൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമായി പ്രത്യേകമായൊരു മുഅ്ജിസത്തല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് മാത്രം ഉള്ള ഒരു ഹുക്മായി നൽകിയതല്ല. അതുകൊണ്ടാണ് ഇവിടെ ചോദ്യകർത്താവ് ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഹദീസാണ്. അവരൊരു നാട്ടിലൂടെ കടന്നു പോയപ്പോൾ
വിശപ്പ് അനുഭവപ്പെട്ട വേളയിൽ ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. ഇസ്ലാമിൽ ഒരു അതിഥിക്ക് 3 ദിവസം വരെ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്, അത് ആ അതിഥിക്ക് ലഭിക്കേണ്ട ഹക്കാണ് എന്ന് പഠിപ്പിക്കുന്നു. പക്ഷെ അവർ വിസമ്മതിച്ചു. ആ വേളയിലാണ് ഗ്രാമമുഖ്യന് വിഷം തീണ്ടിയത്. അപ്പോൾ അവർ ചോദിച്ചു, വഹൽ മിൻകും റാഖീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കാൻ പറ്റിയ ആളുകളുണ്ടോ? അതെ, ഉണ്ട്. പക്ഷേ അതിന് ജുഅല, മന്ത്രിച്ച് ഷിഫിയായി കഴിഞ്ഞാൽ അതിന് പ്രതിഫലം തരണം, കാരണം ഭക്ഷണം പോലും കൊടുക്കാത്ത ആളുകളാണ്. ഇങ്ങനെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട് അവർ മന്ത്രിക്കുകയും ഷിഫിയാകുകയും ഒരു പറ്റം ആടിനെ അവർക്ക് കൊടുക്കുകയും, എന്നാൽ ഇത് സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന സന്ദേഹത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും പ്രവാചകൻ അതിൽ നിന്ന് വല്ലതുമുണ്ടെങ്കിൽ എനിക്കും തരിക എന്ന് പറയുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസ് സഹീഹാണ്, കാരണം സഹീഹ് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സഹാബിമാർ ഇങ്ങനൊരു വ്യവസായം, മന്ത്രിക്കുവാനുള്ളൊരു വ്യവസായം നടത്തിയിരുന്നു എന്നല്ല, അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങുവാൻ വേണ്ടി ഇത്തരത്തിലൊരു മന്ത്രിക്കൽ കച്ചവടവൽക്കരിക്കപ്പെട്ടിരുന്നു എന്നുമല്ല. എന്നാൽ ഇന്ന് സമൂഹത്തിൽ ചെയ്യുന്നത് ദീനെ ആസകലം കച്ചവടമാക്കിയിരിക്കുകയാണ്. ദീൻ്റെ ഷിആറുകളെ കച്ചവടവൽക്കരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, നീയത്ത് പ്രധാനമാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കുവാൻ പറ്റുന്ന സഹായത്തിൽപ്പെട്ടതാണ് സ്വയം മന്ത്രിക്കാം, അതേപോലെ തന്നെ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മന്ത്രിച്ചു കൊടുത്തതുപോലെ. ഇതൊന്നും തെറ്റല്ല, പക്ഷേ തെറ്റായ പ്രവർത്തനത്തിലേക്ക് പലപ്പോഴും വരാറുണ്ട് എന്നത് സത്യമാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഉണർത്തുവാനുള്ളത്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. Peace Radio. Tune to reality.